മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് മറ്റൊരു ക്രിസ്മസ് കൂടി. തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേറ്റിരിക്കുകയാണ് നാടും നഗരവും. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ക്രിസ്മസ് കടന്നു വന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. വീട്ടുമുറ്റത്ത് പുൽക്കൂടൊരുക്കിയും വർണ്ണവിളക്കുകൾ തെളിച്ചും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി ക്രിസ്മസ് ആഘോഷങ്ങൾ ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും കരോൾ സംഗീതത്തിന്റെ അകമ്പടിയുമായി സാന്താക്ലോസ് എത്തുന്നതുമെല്ലാം ക്രിസ്മസ് ദിവസത്തിന്റെ മാറ്റുകൂട്ടുന്നു. ആശംസാ സന്ദേശങ്ങൾ അടങ്ങിയ കാർഡുകളും കൈമാറി. ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ഹൃദയങ്ങൾ തമ്മിലുള്ള പാലങ്ങളായി മാറുകയാണ് ഓരോ ക്രിസ്മസും. ക്രിസ്മസിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ചവറ കോവിൽ തോട്ടം സെന്റ് ആൻഡ്രൂസ് ചർച്ചിൽ തിരുപ്പിറവി പാതിര കുർബാനയ്ക്ക് കൊല്ലം രൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ലിൻസ്റ്റൺ ആറാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഗമനകാലത്തിലെ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ വരവിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നവയായിരുന്നു. ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാലാഴ്ചകൾ പിന്നിടുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ജനനം സാഘോഷം കൊണ്ടാടുന്നു. ഈ നാലാഴ്ചകൾ വിശ്വാസത്തിലൂടെയും സമാധാനത്തിലൂടെയും പ്രത്യാശയിലൂടെയും സന്തോഷത്തിലൂടെയും നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് അഞ്ചാമത്തെ തിരിയായ വെള്ളത്തിരി കത്തിക്കുമ്പോൾ ക്രിസ്തുനാഥൻ നമുക്കായി രക്ഷകനായി കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിലെ സർവസ്വമായി നിലനിൽക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇടവക വികാരി ഫാദർ ജോസഫ് ഡാനിയൽ, ഫാദർ ബാബു സ്റ്റീഫൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം ഉണ്ണി ഈശോയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടത്തി. ക്രിസ്മസ് കരോളും കേക്ക് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.